സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തലബദ് ദുനിയ. ശ്രദ്ധിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ടതാ. ഒന്ന് ശ്രദ്ധിച്ചാൽ എത്രയാ കൂലി ഉണ്ടാവുക, ശ്രദ്ധിച്ച കൂലി ഉണ്ടാവും. നമ്മൾ ഈ ചെയ്യുന്ന പണിക്കൊക്കെ തന്നെ കൂലി ഉണ്ട്, പക്ഷേ നിയ്യത്ത് നന്നാക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. ശ്രദ്ധിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട ഹദീസാ. മൻ തലബദ് ദുനിയ ഹലാല, ഒരാളൊരു ഹലാലായ ദുനിയാവ് തേടിയിറങ്ങി, അഥവാ ഒരു തൊഴിലിന് വേണ്ടി ഒരാൾ പുറത്തിറങ്ങി, ഹലാലായ ഭക്ഷണത്തിന് വേണ്ടി തേടിയിറങ്ങുകയും അയാൾ ചോദ്യം ഒഴിവാകലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ആളുകളിൽ നിന്ന് വ്യാജന ഒഴിവാക്കണം. ഞാൻ തൊഴിൽ ചെയ്തിട്ടില്ലെങ്കിൽ തൊഴിലിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇസ്ലാം മതമാണ്. ഇതിലെ ആരാധന എന്ന് പറഞ്ഞാൽ ഒക്കെ ആരാധന. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം അല്ലാഹുവിന് വേണ്ടിയാണ്, എല്ലാ സമർപ്പണം അല്ലാഹുവിന് വേണ്ടിയാണ്. ഒരാളെ ഒരു നല്ല തൊഴിലിന് വേണ്ടി ഇറങ്ങി, ഹലാലായ തൊഴിൽ, ഹറാമായ തൊഴിലല്ല, പലിശക്ക് വേണ്ടിയല്ല, കള്ള് കച്ചവടത്തിനല്ല, വീടി വിൽക്കാനല്ല, ഒന്നുമല്ല. ഒരു ഹലാലായ തൊഴിലിന് വേണ്ടി ഒരാൾ ഇറങ്ങി, ഒരു ലോട്ടറി കച്ചവടത്തിന് വേണ്ടിയല്ല, അതൊന്നും അല്ലാഹു അനുവദിക്കാത്ത തൊഴിലുകളാണ്. ഒരു ഹലാലായ തൊഴിലിന് ഇറങ്ങി, ഇത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കേണ്ടി വരും, യാചിക്കേണ്ടി വരും എന്നെ പേടിച്ചിട്ട് അയാൾ അവന്റെ ആ ജീവിതത്തിന്റെ പാതിവൃത്യം സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിലവാരം സൂക്ഷിക്കാൻ വേണ്ടി നല്ലൊരു തൊഴിലിന് വേണ്ടി ഇറങ്ങിയാൽ, മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഇറങ്ങിയാൽ, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്റെ അയൽവാസിക്ക് ഉപകരിക്കുമല്ലോ എന്ന് കരുതി ഒരാൾ ഇറങ്ങിയാൽ, അള്ളാനെ കാണുന്ന ദിവസം അയാളുടെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ ഉണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി. അഥവാ അള്ളാഹു അയാൾക്ക് സമ്പൂർണമായ പ്രതിഫലം കൊടുക്കും. വളരെ ചിന്തിക്കണം. മഈശത്ത് തേടിപ്പോയി കഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ, ഇപ്പൊ ഗൾഫിൽ പോകുന്ന ആളുകൾ എന്താണെങ്കിലും ഈ ഗൾഫിൽ എല്ലാം കണ്ട് ഒഴിവാക്കിയിട്ട് അള്ളാനെ സൂക്ഷ്മത പുലർത്തുകയും അള്ളാനെ സൂക്ഷിച്ച് അങ്ങോട്ട് പോയിട്ട് ആ തൊഴിലൊക്കെ ചെയ്തിട്ട് മടങ്ങി വരുന്ന ആളുകൾ ഹറാമൊക്കെ പൂർണ്ണമായും മാറി നിന്ന് ജീവിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈ നമസ്കാരം നോമ്പുകൊണ്ട് തന്നെ അവർക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയും. പക്ഷെ അതിന് പലപ്പോഴും കഴിയില്ല. എന്തുകൊണ്ടെന്നറിയാം, അവിടെയും പരിപാടി എന്തെന്നെയാണ്, ഈ സിനിമ കാണലാണ്, ഈ നാടകം കാണല. എന്തിനാ ഗൾഫ് പോയിട്ട് 2 കൊല്ലം നിൽക്കുന്ന കാര്യം? ഇവിടുന്ന് ഗൾഫിലെത്തുമ്പോൾ ദോഷം പുറത്തു തരും. പറയണോ? മസാല പറയണോ? നിങ്ങൾ എന്താ തലാട്ട? ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പും അയാൾ സ്വർഗാവകാശിയാകാൻ പണിയുണ്ട്. വേണോ? ആന്ന് പറഞ്ഞാൽ പണിയുണ്ട്, കുറച്ച് ഏർപ്പാടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്നറിയോ? 3 വിഭാഗം ആളുകളുടെ സഡൻ ആക്ഷൻ. ഉടനെ 3 വിഭാഗം ആളുകൾ അള്ളാഹിനോട് എന്ത് പറഞ്ഞാൽ സഡൻ ആക്ഷൻ, ഉടനെ അള്ളാഹു തീരുമാനം പറഞ്ഞു, ഉടനെ മറുപടിയാവും. 3 വിഭാഗം. 3 ദുആ. ഏതാ 3 ദുആ? ഒന്ന്, ദുആഉൽ ഇമാമിൽ ആദിലി, നീതിമാനായ ഭരണാധികാരിയുടെ ദുആ, ഉടൻ ആക്ഷൻ. മനസ്സിലായില്ല? 1. 2, ദുആഉസ് സ്വാഇമി ഹീന യുഫ്തിറു, അള്ളാഹനെ പേടിച്ച് നോമ്പ് നോറ്റവൻ നോമ്പ് തുറക്കുന്ന നേരത്ത് എന്ത് ദുആ ചെയ്താലും സഡൻ ആക്ഷൻ. ഇപ്പോൾ ഉണ്ട്, ഇനിയും കുറച്ച് ദിവസം കൂടി ബാക്കിയുണ്ട്. ഇത്രയായി? ഇല്ലേ? ഇപ്പൊ കുറച്ചും കൂടി ബാക്കിയുണ്ട്. ശരിക്കും സഡൻ ആക്ഷൻ ഇപ്പൊ കഴിയും. 2, ഒന്നുകൂടി പറയാം. 1, നീതിമാനായ ഭരണാധികാരിയുടെ ദുആ, സഡൻ ആക്ഷൻ, ഉടനെ. ഒരു നീതിമാനായ ഭരണാധികാരി അള്ളാഹിനോട് എന്ത് പറഞ്ഞാലും ഉടൻ ആക്ഷൻ. 1. 2, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന നേരത്ത് എന്ത് പറഞ്ഞാലും സഡൻ ആക്ഷൻ, ഉടനെ അള്ളാഹു തആല പരിഹാരം ഉണ്ടാകും. 3, വദുആഉൽ മുസാഫിരി, ഹലാലായ യാത്ര പോകുന്നവൻ ലക്ഷ്യസ്ഥാനത്തെത്തുന്നവരെ പറയുന്ന എന്ത് ദുആ ഉടനെ സ്വീകരിക്കും. പക്ഷേ എല്ലാ ഹറാമിൽ നിന്നും മാറി നിൽക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ദുബായിലെ റൂമിലെത്തുന്നത് വരെ എല്ലാവിധ ഹറാമൊന്നും മാറി നിൽക്കുകയും ഇബാദത്ത് കൊണ്ട് ശുഗലാവുകയും ചെയ്തിട്ട് എന്താണോ നിനക്ക് വേണ്ടത് ചോദിച്ചോ, അവിടെ എത്തുമ്പോഴത്തേന് സ്വർഗം കിട്ടിയിരിക്കും. അതിന് നമ്മളാളെ മെനക്കെടില്ല. എന്തുകൊണ്ടെന്നറിയാം, പിന്നെ ഇവിടെ ചെന്ന് തന്നെ ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ ചെന്നിരുന്നാലും പിന്നെ ആ നേരത്തെ കുറച്ച് നേരം കൂടി ഫ്ലൈറ്റ് വരാണ്ട് ആ നേരത്തെ അവിടെ ഇരുന്ന് സിനിമ കാണും. ഫ്ലൈറ്റിൽ കയറിയാൽ പിന്നെ പറയും വേണ്ട, ഫ്ലൈറ്റിൽ കയറിയാൽ പിന്നെ ഏറ്റവും നല്ല സൗകര്യം സിനിമ കാണാൻ വേണ്ടിയാണ്.
നേരെ മറിച്ച് ഒരാൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി മുസാഫും കൊണ്ടോണ്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? എയർപോർട്ടിൽ അയാളുടെ എല്ലാം ക്ലിയറൻസും കഴിഞ്ഞ് അയാൾ കാത്തിരിക്കുന്ന വെയിറ്റിംഗ് റൂമിൽ കാത്തിരിക്കുന്ന 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ കാത്തിരിക്കും. ആ 1 മണിക്കൂർ അയാൾ ഖുർആനോദി, ചിലപ്പോൾ 2 മണിക്കൂറുണ്ട്, 2 മണിക്കൂറൊക്കെ ഖുർആനോദി എത്ര ഓടും. അത് കഴിഞ്ഞാൽ പിന്നെ ജിദ്ദയിലേക്ക് മണിക്കൂർ 4 എണ്ണം ഉണ്ട്, 4 അല്ലേ, 5 മണിക്കൂർ ഇരുന്ന് ഖുർആനോദിയാൽ എത്ര വരും? അതിനിടയിലൊക്കെ റബ്ബിനോട് ഇനി അയാൾക്ക് ഖുർആനോദാൻ, അപ്പൊ ഖുർആൻ കിട്ടിയില്ല, ശ്രദ്ധിക്കാതെ വിട്ടുപോയി എങ്കിൽ അയാൾക്ക് എത്രയാണോ ലഭിക്കുന്ന ആയത്തുകളോ അള്ളാന്റെ നന്മയുടെ ദിക്റുകളോ ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്താൽ ഉടനെ ദുആഉൽ മുസാഫിരി, ഹലാലായ യാത്ര പോകുക. എന്ത് മഈശത്തിന് വേണ്ടി പോവാണ്, മഈശത്തിന് വേണ്ടി ഹലാലായ യാത്ര പോകുന്ന ആളുകൾ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ അവരുടെ മുഖം പൂർണ്ണ ചന്ദ്രനെ പോലെ ഉണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇമാം തബ്രാനി രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ് ശ്രദ്ധിക്കട്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ടതാ. എല്ലാവരും തൊഴില്, അത് പക്ഷെ എന്താവണമെന്ന് അറിയാം, ആ തൊഴിലിൽ ആളുകളെ വഞ്ചിക്കരുത്, ചതിക്കരുത്. ഒരു കുഴപ്പമുണ്ടാകാതെ നല്ല ഒരു തൊഴിൽ ചെയ്താൽ ആ തൊഴില് മതിയാകും അയാൾക്ക് സ്വർഗത്തിൽ കിടക്കാം. മറ്റത്യാവശ്യം അമലുണ്ടായിരിക്കണം എന്ന് മാത്രം, അത്ര മതിയാവും. പലപ്പോഴും നമ്മളീ വിചാരിക്കുന്ന ഈ സാധാരണക്കാർ എന്ന് പറയുന്ന ആളുകളായിരിക്കും പലപ്പോഴും മറ്റാളുകളെക്കാൾ മുന്നിൽ സ്വർഗത്തിലെത്തുക എന്ന ഇതിനൊക്കെ നമുക്ക് മനസ്സിലാവണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക കേട്ടോ, നല്ല ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി ജാലിസൻ മഅ സ്വഹാബിഹി, സ്വഹാബികളെ കൂടെ ഇരിക്കുകയായിരുന്നു. ദാത്ത യൗമിൻ, ഒരു ദിവസം. ഫനളറു ഇലാ ശാബിൻ ദി ജലദിൻ വഖുവ്വത്തിൻ വഖദ് ബക്കറ യസ്ആ. അപ്പോൾ ഒരാളെ കണ്ടു, ഒരാളുണ്ട് അതിരാവിലെ തിരക്കിട്ട് തൊഴിലിന് പോകുന്നു, നല്ല ശക്തനായ ഒരാൾ അതിരാവിലെ ധൃതിയിൽ തൊഴിലിന് പുറപ്പെട്ടു പോവുകയാണ്. കാലു, നല്ല ശക്തനായ ഒരാൾ ഇത്ര വലിയ തൊഴിലിന് വേണ്ടി അധ്വാനിക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു, വക്കാലു, അവര് പറഞ്ഞു, വൈഹാര, ഇത് വല്ലാത്തൊരു നാശം തന്നെ. ലൗകാന ശബാബുഹു വഖുവ്വതുഹു ഫീ സബീലില്ലാഹ്. ഈ ത്യാഗവും ഈ അധ്വാന മനസ്കതയും അള്ളാന്റെ മാർഗത്തിലായിരുന്നു അയാൾ ചെലവഴിച്ചിരുന്നെങ്കിൽ എത്ര കൂലി അയാൾക്ക് ഉണ്ടായിരുന്നു, എത്ര വലിയ ഇപ്പൊ തൊഴിലിന് പോകുമ്പോ അയാൾക്ക് എത്ര വലിയ ആവേശം കാണുന്നത്. ഇത് അയാൾക്ക് ഈ ആവേശം അള്ളാന്റെ മാർഗത്തിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ എത്ര കൂലി കിട്ടിയിരുന്നു എന്ന് സ്വഹാബികൾ പറഞ്ഞു. മനസ്സിലായില്ലേ? ഫഖാല, അവര് വിചാരിച്ചത് ഇങ്ങനത്തെ ഒരു അഭിപ്രായം പറഞ്ഞ റസൂലുള്ളാഹിക്ക് വളരെ ഇഷ്ടാവും. പുണ്യനബി പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ പുണ്യനബി പറഞ്ഞു, ലാ തഖൂലു ഹാദാ, അങ്ങനെ പറയല്ലേ, ഇയാളിപ്പോൾ അള്ളാന്റെ മാർഗത്തിലല്ല എന്ന് പറയും. ഇയാൾ എങ്ങോട്ട് പോവാ? തൊഴിലിന് പോകുന്ന ഒരാളെ കണ്ടപ്പോ അവര് പറഞ്ഞു, ഈ ആവേശം അള്ളാന്റെ മാർഗത്തിൽ പണിയെടുക്കാനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഫഖാല, ഹബീബായ നബി പറഞ്ഞു, അങ്ങനെ പറയല്ലേ, ഫഇന്നഹു കാന യസ്ആ അലാ നഫ്സി, അയാളുടെ മാർഗത്തിൽ അധ്വാനിക്കുന്നത് ലിയകുഫഹാ അനിൽ മസ്അലത്തി, യാചന ഒഴിവാക്കാൻ വേണ്ടിയാണെങ്കിൽ, പിന്നെ വയുഗ്നീഹ അനിന്നാസി, ജനങ്ങളോട് ചോദിക്കാതെ ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ, ഫഹുവ ഫീ സബീലില്ലാഹ്, അയാളെ ഈ അധ്വാനം അള്ളാന്റെ മാർഗത്തിൽ അധ്വാനമാകുന്നു. മനസ്സിലാക്കണം. അപ്പൊ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു തൊഴിലിന് പോകുന്നത്, ഒരു മൈഷത്തിന്റെ തൊഴിലിന് പോകുന്നത് അള്ളാന്റെ മാർഗത്തിലുള്ള പ്രവർത്തനം തന്നെയാണ്. മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഇയാൾ പോകുന്നത്, അങ്ങനെയുമാകാം. അങ്ങനെയാണെങ്കിലോ ബലഹീനരായ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അപ്പോഴും ഇയാൾ അള്ളാന്റെ മാർഗത്തിൽ തന്നെയാണ്. ഔ കാന യസ്ആ അലാ ദുർരിയത്തിൻ ലിആഫിൻ, സാധുക്കളായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് പോകുന്നതെങ്കിലും ലിയുഗ്നിയഹും ഔ യക്ഫിയഹും ഫഹുവ ഫീ സബീലില്ലാഹ്, മക്കളെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മക്കൾക്ക് തനിക്ക് ശേഷം എന്തോ ബാക്കി ഉണ്ടാവാനോ ആണ് പോകുന്നതെങ്കിലും ഫഹുവ ഫീ സബീലില്ലാഹ്, അപ്പോഴും അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഇമാം തുബ്രാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അലി ഇബ്നു ഉമർ ഖാല ഖാല റസൂലുള്ളാഹി ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ, ഏതെങ്കിലും കൈത്തൊഴിൽ ചെയ്യുന്ന വിശ്വാസികളോട് അള്ളാഹുവിന് വലിയ താല്പര്യമാണ്. ഖാല റസൂലുള്ളാഹി, തുബ്രാനിന്റെ ഹദീസാണ്. കൈത്തൊഴിൽ ഒരു കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകൾ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഖൈർ ഖാല അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി, ശ്രദ്ധിക്കണം, ഖൈറുൽ കസ്ബി കസ്ബുൽ ആമിലി, ഏറ്റവും നല്ല തൊഴിലാളിയുടെ തൊഴിലാകുന്നു. സാധാരണ തൊഴിലാളിയുടെ ഈ മൺവെട്ടി എടുത്ത് വെട്ടുന്ന അത്തരം ആളുകളുടെ തൊഴിലാണ് ഏറ്റവും വലിയ തൊഴിൽ എന്ന് ഖാല റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അഹല്ലു മാ അകലൽ അബ്ദു കസ്ബു യദിസാനി,
ഒരാൾ കഴിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം അയാളെ കൈകൊണ്ടുണ്ടാക്കി കഴിക്കുന്ന, കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്ന ഭക്ഷണമാണെന്ന് പുണ്യനബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം.